നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഗ്രിഡ് ഒന്നും ഇല്ലാതെ ഫ്രീ ഹാൻഡ് ആയിട്ട് കാണുന്ന എന്ത് കാഴ്ചയും എളുപ്പം പേപ്പറിലേക്ക് വരയ്ക്കാനുള്ള പ്രാക്ടീസ് മെത്തേഡ് എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാക്സിമം ഒറിജിനൽ ഒബ്ജക്റ്റ് നോക്കി വരയ്ക്കുക. നമ്മൾ കാണുന്ന ഐറ്റംസ് മാത്രം വരയ്ക്കാം. നമ്മൾ കാണാത്ത ഒന്നും അതിൽ വരയ്ക്കരുത്. നമ്മളെ ഇമാജിനേഷൻ ഈ ഒരു പ്രാക്ടീസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ വരയ്ക്കുന്നത് ഈസി ആക്കാനായിട്ട് ചിലപ്പോൾ പേജൊക്കെ റൊട്ടേറ്റ് ചെയ്യും. നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഫ്രീ ഹാൻഡ് പ്രാക്ടീസിൽ നമ്മൾ ഒരിക്കലും പേജ് റൊട്ടേറ്റ് ചെയ്യരുത്. എന്തിനാ അങ്ങനെ പറയുന്നത് വെച്ചാൽ, കുറേ കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഒരു മതിലൊരു ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസിൽ ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ മതിൽ റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അത് ഫിക്സ്ഡ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇറേസർ പരമാവധി ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ വരച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും ജീവനുള്ള വസ്തുക്കൾ നോക്കി വരയ്ക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കൊക്കെ കടക്കാം. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് സ്കെച്ച് ചെയ്തെടുക്കണം. കാരണം ഒരാളറിയാതെ നമ്മൾ അദ്ദേഹത്തെ വരയ്ക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ 1 മിനിറ്റ് അതിൽ താഴേക്കായിരിക്കും അതേ പോസിൽ നിൽക്കുക. അപ്പോൾ അത് നമ്മൾ മെമ്മറൈസ് ചെയ്യണം. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ മെമ്മറി പവർ അത്രയും കൂടും. നമ്മളെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന എന്തും, ജീവനുള്ള വസ്തുക്കളാണെങ്കിലും ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിലും അതേപടി സ്കെച്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിലേക്കുള്ള പ്രാക്ടീസാണ് ഈ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് എന്നുള്ള സംഭവം.